ഫോറസ്റ്റുകാർക്ക് എന്താണ് ഈ ഊത്തപിടുത്തത്തിൽ കാര്യം എന്നുള്ളത്? ഒരു മീൻ പിടിക്കുന്നതിന്റെ ഒരു സ്റ്റോറി അതൊന്ന് പറയാമോ? ഊത്തപിടിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് കുറച്ച് കമന്റ്സ് വന്നതാണ്, വനം വകുപ്പ് ഫോറസ്റ്റുകാർക്ക് എന്താണ് ഈ ഊത്തപിടുത്തത്തിൽ കാര്യം എന്നുള്ളത്. ഫോറസ്റ്റ് എന്ന് പറയുന്ന വനസംരക്ഷണം എന്ന് പറയുന്നത് എല്ലാം ഇക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി, ഇതെല്ലാം കണക്റ്റഡാ. ഏതെങ്കിലും ഒരു ജീവിക്ക് ഒരു വംശനാശം വന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ആ ചെയിനിലുള്ള മറ്റ് ജീവികളെയും ബാധിക്കും. എൻറ്റയർ ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി ഒക്കെ നശിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഊത്തപിടുത്തം എന്ന് പറയുന്ന ഒരു പണ്ടുകാലം മുതലേ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു 15-20 ഇയേഴ്സ് ഒക്കെ, ആ ഒരു ഇയേഴ്സ് ബാക്ക് വരെ നമ്മൾ സ്കൂളിൽ നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അന്നൊക്കെ റോഡ് സൈഡിലുള്ള ചെറിയ ഓടകളിൽ വരെ ഇങ്ങനെ മീനുകൾ വന്ന് കയറുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കൗതുകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരിത് മുട്ടയിടാൻ വരുന്നതാണെന്നോ ഇതൊന്നും അറിഞ്ഞുകൂടാ. വളരെ റീസെന്റ് ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവർ മുട്ടയിടാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഒഴുകുന്ന വെള്ളത്തിൽ മുട്ടയിടുന്നതിനേക്കാളും കുറച്ച് കെട്ടിക്കിടക്കുന്നതും ഒരു ചതുപ്പും കുറച്ച് അവർക്ക് ഇരകളെ കിട്ടുന്നൊക്കെ ഒരു ഇച്ചിരി ഒരു കംഫർട്ട് സോണിലേക്ക് അവർ കയറി വരുന്നതാണ്. ഈ മഴവെള്ളം, പുതുവെള്ളം വരുന്ന സമയത്ത് ഇങ്ങനെ ചതുപ്പിലേക്കും പാടങ്ങളിലേക്കും ഒക്കെ കയറി വന്ന് ആ സമയത്ത് അവരുടെ വയറിൽ നിറയെ മുട്ടകൾ ഉണ്ടാവും. ആ മുട്ടകളായിട്ട് വന്ന് അവർ മുട്ട ഇട്ടിട്ട് വീണ്ടും തിരിച്ചു പോകും. ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പൊ ആളുകൾക്ക് കൗതുകമാണ്. നിറയെ മുട്ടകളുമായിട്ടിരുന്ന മീനുകൾക്ക് മൂവ്മെന്റിനുള്ള ശേഷി അത്ര മറ്റു സമയത്തുള്ള പോലെ ഉണ്ടാവില്ല, പിടിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇപ്പൊ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഒരു വലിയ ആഘോഷമായിട്ട് മാറി. ഊത്തപിടുത്തം എന്നുള്ള പേരിൽ വലിയ ഇതിനായിട്ട് വലിയ ഉപകരണങ്ങൾ, ഒരു തോടിനെ ഫുള്ള് അടച്ചു വെക്കാൻ പറ്റുന്ന അത്ര വലിയ ചൈനീസ് വലകൾ കൊണ്ടുവരും. പിന്നെ അതുപോലെ തോട്ട ഇട്ടിട്ട്, പിന്നെ അതുപോലെ പല രാസവസ്തുക്കൾ കലർത്തിയിട്ട് മീൻ പിടിക്കുന്നത്, ഇലക്ട്രിസിറ്റി കടത്തി വിട്ടിട്ട് മീൻ പിടിക്കുന്നത്, അങ്ങനെ വൻ രീതിയിൽ മീൻ പിടിക്കാൻ തുടങ്ങി. അന്ന് കാലത്ത് മീൻ പിടിക്കുന്നത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെറിയ ആവശ്യങ്ങൾക്കും കൗതുകത്തിന് പുറത്തുമൊക്കെയാണ് പിടിക്കുന്നതെങ്കിൽ ഇന്നതൊരു വിനോദമാണ്. ആ വിനോദത്തിന്റെ പേരിൽ ഇങ്ങനെ ബൾക്കായിട്ട് പിടിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് വളരെ കുറച്ച് മീനുകളെ ഇവർ എടുക്കുകൊണ്ടായിരിക്കുള്ളൂ, ബാക്കി കളയുവാണ്. അപ്പോഴത്തേക്കും അത് പിന്നെ സർവൈവ് ചെയ്യില്ല, ചത്തുപോയി കഴിഞ്ഞിട്ട് പിന്നെ കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുഞ്ഞുങ്ങളുണ്ടായില്ലെങ്കിൽ ആ തലമുറ നിന്ന് പോവല്ലേ. ഇപ്പോൾ നമ്മളുടെ ഈ നിലവിലുള്ള നാടൻ മീനുകളിൽ വലിയൊരു വിഭാഗം ഓൾറെഡി ഇത് വംശനാശം വന്നു കഴിഞ്ഞു. നമ്മൾ ഒരിക്കലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ചിന്തിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഈ മീൻപിടുത്തമാണോ അതിന് കാരണം, അതോ മറ്റു രാസപ്രയോഗങ്ങളാണോ? അതുകൊണ്ട് ഇപ്പൊ കൃഷിയിടങ്ങളിലൊക്കെ രാസവസ്തുക്കളും കീടനാശിനികളും ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയും മുട്ടയിടുന്ന സ്ഥലത്തിനും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നെൽപ്പാടങ്ങൾ കുറഞ്ഞു, ചതുപ്പ് നിലങ്ങൾ കുറഞ്ഞു. ആ പ്രതിസന്ധികൾക്കും എല്ലാം തരണം ചെയ്ത് അവരെങ്ങനെ സർവൈവ് ചെയ്യണം എന്നുള്ള രീതി വരുമ്പോഴാണ് ഇങ്ങനൊരു ഇതോടെ ഊത്തപിടുത്തം എന്ന് പറയുന്ന അത് ഇപ്പോൾ ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരു പേജും അങ്ങനത്തെ ഒരു ചാനലുകളും എല്ലാം ഉണ്ട്. ഫിഷിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു കണ്ടന്റാണ്. ഇന്ന് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഒരു ചാകരയുടെ സമയമാണ് ഈ ഊത്തപിടിക്കുന്ന ഒരു സീസൺ എന്ന് പറയുന്നത്.